വെൽക്കം പാനലിസ്റ്റ്. കേരളത്തിൻ്റെ മാറുന്ന സ്റ്റാർട്ടപ്പ് പരിസരം ശരിക്കും അത് തുടങ്ങുന്നതിന് മുമ്പ് DYFI പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, യുവജന രാഷ്ട്രീയ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം പരമ്പരാഗതമായ അതിൻ്റെ വഴികളൊക്കെ വിട്ടിട്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ സാധാരണ ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ സംഘടനകളുടെ ഇവൻ്റുകൾ നടക്കുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന, സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ വിട്ടിട്ട് ഒരു പുതിയ കാലത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു പുതിയ അനുഭവമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വിഷയത്തോട് കൂടുതൽ നീതി പുലർത്തുന്നതെന്ന് തോന്നുന്നു. കേരളത്തിൻ്റെ മാറുന്ന സ്റ്റാർട്ടപ്പ് പരിസരം എന്ന് പറയുന്നതിനോട് ഏറ്റവും അലൈൻഡായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ ഇനിഷ്യേറ്റീവിനെ, ഇപ്പോൾ ഞാനൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഫൗണ്ടറാണ്, ഇപ്പോൾ ഒരു കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ കൂടി അങ്ങേയറ്റം ഈ ഇനിഷ്യേറ്റീവിനെ അനുമോദിച്ചുകൊണ്ട്, ഇത് ഞങ്ങൾക്കൊക്കെ പ്രോത്സാഹനം നൽകുന്ന ഒന്നാണ്, കേരളത്തിൻ്റെ മാറുന്ന ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും പറഞ്ഞുകൊണ്ട് സെഷനിലേക്ക് തുടരുന്നു. അവിടുന്ന് തന്നെ തുടങ്ങാം. എനിക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO അനൂപ് അംബികയുടെ അടുത്താണ് ആദ്യം ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കാനുള്ളത്. ഈ മാറുന്ന സ്റ്റാർട്ടപ്പ് പരിസരത്തിൻ്റെ ഒരു വലിയ അടയാളമാണിത്. അപ്പോൾ അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എത്രമാത്രം പ്രതീക്ഷ പകരുന്നു കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെ നയിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ? ഇപ്പോൾ പുറത്ത് മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ മാത്രം നടത്തിയിരുന്ന ഒരു പ്രസ്ഥാനം സ്റ്റാർട്ടപ്പ് ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നടത്തുന്നത്, എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പം ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ്: ഇതും ഒരു തരത്തിലൊരു സമരമാണ്. അതായത് കേരളം പോലൊരു സംസ്ഥാനത്ത് ഒന്നും നടക്കില്ല, ഒന്നും നടക്കാൻ പറ്റില്ല, വിദേശയാത്ര അല്ല വിദേശ രാജ്യങ്ങളിലേക്കുള്ള അവിടുന്ന് പോയിട്ട് അവിടുന്ന് വരുന്ന റെമിറ്റൻസ് എക്കോണമി കൊണ്ട് മാത്രം ഒരു ഹയർ GDP അല്ലെങ്കിൽ ഒരു പർച്ചേസിങ് പവർ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളൊരു നെറേറ്റീവിൽ നിന്നും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇവിടെ തന്നെ സംരംഭങ്ങൾ ആരംഭിക്കാമെന്നും അതിൽ ലോകോത്തരമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നമുക്കിവിടെ നിന്ന് നൽകാമെന്നും ഒരു മികച്ച വ്യാവസായിക സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിൽ നടത്താമെന്നും സമൂഹത്തോടോ അല്ലെങ്കിൽ നമ്മളെ ഇകഴ്ത്തി പറയുന്ന ആൾക്കാരോടോ പ്രൂവ് ചെയ്യുന്ന ഒരു ആശയ സമരം തന്നെയാണ് ഇന്നിവിടെ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാ യുവജന സംഘടനകളും ഇത്തരത്തിലുള്ള ഒരു മാർഗം ഏറ്റെടുക്കും, അത് പിന്തുടരും. അതിനും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ പിന്തുണ ഉണ്ടാവുമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിലൊന്ന് പറഞ്ഞു വെക്കാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാറുന്ന സ്റ്റാർട്ടപ്പ് പരിസരം. അപ്പോൾ അത് അവിടെയാണ് ഇവരെ പോലെയുള്ള സംരംഭകർ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. കാരണം എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് പരിസരമോ വ്യാവസായിക പരിസരമോ മാറുന്നത്? എന്ത് കണ്ടാണ് നമ്മൾ സിനിമയിൽ അഭിനയിക്കണമെന്ന് കൊതിക്കുന്നത്? എന്ത് കണ്ടാണ് നമ്മളൊരു വക്കീലാവണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്ത് കണ്ടാണ് നമ്മളൊരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്? ഒരു മികച്ച ഡോക്ടറെ കാണുന്നു, എക്സൈറ്റ് ചെയ്യിപ്പിക്കണം നമ്മളെ. യു നീഡ് ടു ഹാവ് ഫിഗർ ഹെഡ്സ് വിച്ച് വിൽ എക്സൈറ്റ് യു, റൈറ്റ്? അപ്പോൾ വിമൽ ചേട്ടൻ എത്ര മഹാൻ, എത്ര സുന്ദരൻ, വളരെ സക്സസ്ഫുള്ളായ ഒരു കമ്പനി നടത്തുന്നു, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള ഒരു എന്ന് പറയുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ. ആ ഇംപ്രഷനിൽ നിന്നാണ് അയാൾക്ക് സംരംഭകത്വം എൻ്റെ ഒരു മേഖലയായിട്ട് എനിക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു തോന്നൽ വരുന്ന ഇത്തരത്തിലുള്ള ഫിഗർ ഹെഡ്സിനെ കാണുമ്പോഴാണ്. അപ്പം ചെറിയ തോതിലെങ്കിലും നമുക്ക് അത്തരത്തിലുള്ള ആൾക്കാർ രൂപപ്പെട്ടു വരുന്നത്. ഇപ്പോൾ റമീസ് അപ്പുറത്തിരിപ്പുണ്ട്, മയൂര ഈസ് ഹിയർ. There are so many other people in this audience outside the room which are, exemplary startup founders. Yes. അവരെ കാണുമ്പോൾ ഇത്തരം പരിസരങ്ങൾ വഴി അവരെ കാണാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ ആവേശം കാണുമ്പോഴും ഈ പറയുന്ന അടുത്ത തലമുറയ്ക്ക് ഇതൊരു നല്ല കരിയറാണ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് അവരുടെ മാനസികമായ ഒരു പരിവർത്തനം ഉണ്ടാവുമെന്ന് കൂടി അത്തരത്തിൽ ഇതൊരു വളരെ, താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ കമൻറ്റബിൾ ആയിട്ടുള്ളൊരു എഫേർട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. മയൂരയുടെയാണ്. മാതൃഭൂമി ഡിജിറ്റൽ ബിസിനസ് ഡയറക്ടർ കൂടിയാണ്. ഇപ്പോൾ മാതൃഭൂമി പോലൊരു സ്ഥാപനം, അത് കേരളത്തിൻ്റെ ചരിത്രത്തോടൊപ്പം നിന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ഒരു പുതിയ തലമുറയുടെ അറ്റത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ
ഇപ്പോഴത്തെ നിലവിലത്തെ ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവും ഈ ഓൺടർപ്രണർ കൾച്ചറും, ഇപ്പോൾ ഇൻവെസ്റ്റ് കേരള പോലുള്ള വലിയ ഇവൻറ്റുകൾ, വ്യവസായ വകുപ്പുകൾ നടത്തുന്നു, ഇതൊക്കെ സംരംഭക എന്നുള്ള നിലയിൽ എത്രത്തോളം അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്? ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ സംഭാഷണങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ വരിക. ഇങ്ങനത്തെ സംഭാഷണങ്ങൾ വരുമ്പോൾ നമുക്കൊരു നെറ്റ്വർക്കിംഗ് ചെയ്യാൻ പറ്റുക ബൈ ദി എൻഡ് ഓഫ് ദി ഡേ. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ഓൺലി ബിൽഡ് ദാറ്റ് നെറ്റ്വർക്ക്, ചെറിഷ് ഇറ്റ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. പിന്നെ തമ്മിൽ പഠിക്കണം. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ഡേ യു തിങ്ക് യു നോ എവറിത്തിങ് is the day that you are mentally not alive anymore. ആൻഡ് ഇങ്ങനത്തെ ഈ ഇവൻറ്റ്സ് വരുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റുക, വേറെ ആൾക്കാർ ചെയ്യുന്ന എപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുക. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഗ്രോത്ത്. ഞാൻ ആക്ച്വലി ഐ സെറ്റ് ദിസ് ഏർലിയർ ഓൾസോ ഫോർ ദി ഇനോഗ്രേഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ഇൻഡിവിജ്വൽസ്, ദ സൊസൈറ്റി, ദ സ്റ്റേറ്റ് ബൈ ദി എൻഡ് ഓഫ് ദി ഡേ. ഭയങ്കര അനുകൂലമാണ്. ഇന്നിങ്ങനെ വരണം, ഇനിയും ചെയ്യണം. പിന്നെ എന്താ പറയുക, കുറച്ചുകൂടി നീഷായിട്ട് പോകണം, അറ്റ് ദ സെയിം ടൈം മാസമായിട്ടും പിടിക്കണം. സോ ഐ ഹോപ്പ് ഐ ഹവ് ആൻസേർഡ് യുവർ ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ബൈ ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഈസ് ദ കമ്മിങ് ടുഗദർ. ഒരു കാര്യം കൂടെ മയൂര, ഈ നമ്മളിപ്പോൾ അനുകൂലമായ കാര്യങ്ങൾ മാത്രം പറയുന്നത് കാര്യമില്ലല്ലോ. എന്താണ് നിങ്ങൾ ഒരു സംരംഭക എന്നുള്ള നിലയിൽ നിലവിലെ അന്തരീക്ഷത്തിൽ നേരിടുന്ന ചലഞ്ചസ് എന്നുള്ളതൊന്നും കൂടി? In terms of the state? Yes. Okay. What are the challenges we are facing? See, innovations വേണം, ഫണ്ടിങ് വേണം, അതൊക്കെ വേണം. പക്ഷേ ഇതൊക്കെ നിലനിർത്താൻ ഒരു നല്ല സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും വേണം. ബൈ ദി എൻഡ് ഓഫ് ദി ഡേ പണിയെടുത്ത് എല്ലാവരും എന്താ പറയുക ജീവിക്കാൻ പറ്റും. പക്ഷേ കുറച്ച് യു ഷുഡ് ഹാവ് സം ഫൺ ഓൾസോ, റൈറ്റ്? You should also have a life. Yes. And I believe that like look at Israel, look at the ecosystem in Israel. If you look at the startup ecosystem over there, whatever a person needs to not only work but live their life exists. It is a part of that culture. I believe that nammal avade grow cheyyunnundu, we are getting there, but I feel that only if that comes in do you actually get good talent willing to work with you. Okay. Only then can you attract people to first of all stay in the state and then bring people from outside also. By the end of the day, talent is the most important aspect of running a company, starting a business. എന്താണെങ്കിലും ടാലൻറ്റ് ഇല്ലാതെ, ആൾക്കാരില്ലാതെ ചെയ്യാൻ പറ്റൂല. ഈ AI എന്ന് പറഞ്ഞ റീപ്ലേസ്മെൻറ്റ്, ഓൾ ഓഫ് ദാറ്റ് ദേ ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ ആ AI ആരാ ഉണ്ടാക്കിയത്? ഇറ്റ്സ് നോട്ട് എ ന്യൂ കോൺസെപ്റ്റ്. ഇത് നമ്മൾ വർഷങ്ങളായി ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. ബട്ട് ബൈ ദി എൻഡ് ഓഫ് ദി ഡേ ഈ ഹ്യൂമൻ ബ്രെയിൻ, ഹ്യൂമൻ ഫങ്ഷനിങ് ഇല്ലാതെ, ടാലൻറ്റ് ഇല്ലാതെ, വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് of a business, without that it's going to be difficult to progress anywhere. Okay. For that talent you need a very good ecosystem to live in. You need a very good society to also nurture it, I feel, and very good companies also to ensure that you are making your talent, you are making them feel worth it, you make them feel amazing, and you make sure that they grow. Okay, ആ വിഷയത്തിലേക്ക് നമുക്ക് എന്തായാലും വരേണ്ടതുണ്ട്. Just want to add Yes. two things since you asked about the problems. ഇപ്രാവശ്യം ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഐ ഹാഡ് ദിസ് പ്രോബ്ലം ഇൻ മൈ മൈൻഡ്. ദാറ്റ് വാസ് ദ ഫണ്ടിങ്. സോ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്പുകളെ ഇനീഷ്യലി ഉണ്ടാക്കാനുള്ളതിലേക്കാണ് ഫോക്കസ് ഇട്ടത്. പക്ഷേ സെക്കൻഡ് സ്റ്റേജ് എത്തിയപ്പോൾ ആ ഫണ്ടിങ്ങിന് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടിങ് സ്ട്രക്ചറിൻ്റെ ആവശ്യകതയുണ്ട്. And I think with the recent events and everything, that is they well addressed in a way. So that was a problem, but they are addressing. Now new problems will again come. So it's not a ever-ending process. It has to continuously solve. ഇപ്പോൾ US-ലും പ്രശ്നങ്ങളുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ചൈനയിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. So I think as we evolve, new problems will come. And ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെയും ഈ സ്റ്റാർട്ടപ്പ് റെവല്യൂഷൻ്റെ ഒക്കെ മറ്റു വലിയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ കിട്ടാല്ലേ, എല്ലാവരും എൻ്റർപ്രണേഴ്സാണ്. അതൊരു പ്രോബ്ലം. So now we also need to address this kind of problem. Just thought of adding this into. യെസ്. അല്ല, ഓൺടർപ്രണേഴ്സ് ധാരാളം ഉണ്ടാവട്ടെ, തൊഴിലവസരങ്ങൾ ഉണ്ടാവട്ടെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ ചെറിയ കമ്പനികൾ പോലും 4-5 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു കമ്പനികൾ പോലും നമ്മുടെ എക്കണോമിയിലേക്ക് വലിയ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. അതിപ്പോൾ ഉണ്ടാവട്ടെ എന്നുള്ളത് വലിയൊരു പോസിറ്റീവ് സൈനാണ്. ഏതായാലും വിമൽ
നമ്മുടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു മുഖമാണ് വിമല. ഇപ്പോൾ ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന ബ്രാൻഡും അല്ലേ, അത് ഏറ്റവും കൂടുതൽ സാക്ഷ്യപ്പെടുത്തേണ്ടത് കേരള സ്റ്റാർട്ടപ്പ് മിഷനും അനൂപംബികയും ഒക്കെയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രൗഡ് ഓഫ് കേരള എന്ന മട്ടിലാണ് നിങ്ങളെ ബ്രാൻഡ് ചെയ്തതും പ്രസൻറ്റ് ചെയ്തതും പ്രകീർത്തിച്ചതും. ആ വളർച്ച ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരിലൊക്കെ നാളെ ഓൺടർപ്രണർ ആകാൻ വേണ്ടി ഈ രംഗത്തേക്ക് സംരംഭകരായിട്ട് വരാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജെൻ റോബോട്ടിക്സിൻ്റെ വളർച്ചയെക്കുറിച്ച് അറിയാനും കേൾക്കാനും താല്പര്യമുണ്ടാകും. ഇപ്പോൾ വലിയ കമ്പനികളൊക്കെ നിങ്ങളുടെ പാർട്ടാണ്. സോഹോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അദാനിയുടെ ഫെലോഷിപ്പ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വലിയ കമ്പനികൾ, രാജ്യത്തെ തന്നെ വലിയ കമ്പനികൾ, ഇൻ്റർനാഷണലി അറിയപ്പെടുന്ന കമ്പനികളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കമ്പനിയായി മാറിയ ജെൻ റോബോട്ടിക്സിൻ്റെ ആ തോട്ട് പ്രോസസ്സ് എന്തായിരുന്നു? അവിടെ നിന്നുള്ള ഈ വളർച്ചയിലേക്ക് ആദ്യത്തെ ഒരു കിക്ക് സ്റ്റാർട്ട് കിട്ടിയ സംഭവം എന്തായിരുന്നു? ഞാനെപ്പോഴും പറയാനുള്ള ഒരു സാധനം, ആക്ച്വലി ഇവിടെയുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടാവും. കാരണം സ്റ്റാർട്ടപ്പ് ഒക്കെ പോസിബിൾ ആണെന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ ഞങ്ങൾ കമ്പനി തുടങ്ങിയ സമയത്ത് ദാറ്റ് വാസ് നോട്ട് ദ റിയാലിറ്റി. ഫാമിലിയിലാണെങ്കിൽ കൂടി ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുന്ന സമയത്ത് ദേ ഫീൽ ലൈക്ക് ഐ ലോസ് മൈ കിഡ്. അതാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എഗെയിൻ കേരള സ്റ്റാർട്ടപ്പിലെ കേരള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലെ അന്നത്തെ ലീഡേഴ്സ് ഹു ക്രിയേറ്റഡ് ആൾ ദിസ് റെവല്യൂഷൻ, അവരാണ് ഞങ്ങൾക്ക് ആ പ്രചോദനം തന്നത്, നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളത്. അവർ ഞങ്ങളിൽ കണ്ട ഒരു കാര്യം, റോബോട്ടിക്സ് ആൻഡ് AI ഞങ്ങളുടെ ഒരു പാഷൻ. അപ്പോൾ ഈ പാഷനെ ഒരു കമ്പനിയാക്കി മാറ്റി അതിലൂടെ സൊസൈറ്റിക്കും നാട്ടിലൊക്കെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് പല പല പ്രോബ്ലംസും നമ്മളതിൽ സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ എടുക്കുന്ന ഓരോ പ്രൊജക്റ്റ് ആണെങ്കിലും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. ഇപ്പോൾ മാനുവൽ സ്കാവേജിങ് എന്ന പ്രോബ്ലമാണ് ഫസ്റ്റ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങളുടെ ക്രെഡിബിലിറ്റി ഇൻ റോബോട്ടിക്സ് AI ആണ്. സോ വാട്ട് വി ഡിഡ് ഈസ് ലൈക്ക് വി ലവ്ഡ് റോബോട്ടിക്സ് ഇൻ AI ഇൻ ദാറ്റ് വേ 7-8 years ബാക്ക്, ആൻഡ് വി വർ ഡൂയിങ് പ്രോജക്ട്സ്. ബട്ട് it does not find a full purpose, only the passion element was there. അപ്പോൾ ഈ ഒരു പാഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു ടെക്നോളജി കൊണ്ട് നമുക്ക് സമൂഹത്തിലെ മാനുവൽ സ്കാവഞ്ചിങ് എന്ന ഈ ആളുകൾ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജിൽ ഇറങ്ങുന്നതും ഈ കൺഫൈൻ സ്പേസ് ഹാൻഡ്ലിംഗ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാന്നുള്ള ഐഡിയ എക്കോസിസ്റ്റം വഴിയാണ് ഞങ്ങൾക്ക് വരുന്നത്. അല്ലാതെ ഇറ്റ്സ് നോട്ട് പ്യൂർലി അവർ ഇൻവെൻഷൻ. But when we understand that, we find that through the passion that we are having in robotics, we can solve that problem. And അവിടെയാണ് ഒരു പർപ്പസ് എന്നൊരു എലമെൻറ്റ്. നമ്മുടെ ടെക്നോളജിയും നമ്മുടെ ഈ എല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവണം. അത് വെറുതെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു എലമെൻറ്റ് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി എൻഡ് ഓഫ് ദ ഡേ യു ഫീൽ ലൈക്ക് വാട്ട് ഐ ഹാവ് ഡൺ വിത്ത് മൈ ലൈഫ്. സോ അതാണല്ലോ അതിൻ്റെ ഒരു മീനിങ്, ഒരു ഹ്യൂമൻ ലൈഫ് എന്ന് പോലെ. അപ്പോൾ ആ ഒരു പർപ്പസ് എലമെൻറ്റ് കൂടി കണക്ട് ചെയ്തപ്പോൾ മോർ ദാൻ ബിസിനസ്, മോർ ദാൻ എൻ്റർപ്രണർഷിപ്പ്, we felt that through this entrepreneurship kind of a mindset, we can really solve a lot of problems. And then we thought initially we'll go for a non-profit organization. അതായത് ഒരു മൈൻഡ് സെറ്റ് വന്നത്. അപ്പോഴും what we find is that by having a corporate motive, we can have a lot of people with us. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസ്, ഇപ്പോൾ Zoho invested in us, we had Adani fellowship is getting, Mahindra invested in us. So all this capital coming, again, there are some motives in financial realms also, but this is actually huge potential for us to scale the activity we are doing. About business itself, by providing job, by solving different problems in our society, it is itself giving a lot of meaningful things to the society. In a way, kind of a revolution. So that's how we find, entrepreneurship should be there, a cooperative motive should be there, and it should ever grow into continuously to solve different type of problem sets. So I think the ecosystem in Kerala systemത്തിന്റെ ആ എക്കോസിസ്റ്റത്തിൻ്റെ അതേ ഏജ് ഞങ്ങളുടെ ബിസിനസ് മൈൻഡ് സെറ്റിൽ ഉണ്ടാവും. And we grown along with the ecosystem. A lot of thought process changed along with the this particular ecosystem. And we continued this process. ഇപ്പോൾ ഞങ്ങൾ ആദ്യം എടുത്തത് മാനുവൽ സ്കാവഞ്ചിങ് പ്രോബ്ലം ആണ്. We extended this into oil and gas sector, again confined space handling. And then we extended this into medical. Same process, it's a replication and scaling of the same activity we does, and we started doing it better each and every time when we does something. എനിക്കൊരു കാര്യം ചോദിക്കാൻ, ഈ പല മേഖലകളിലേക്ക് ഇത് ഇങ്ങനെ വ്യാപിപ്പിക്കുമ്പോഴും ഇവിടെ R&Dയിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫണ്ട് ഇപ്പോൾ സീരീസ് ബി ആയി തോന്നല്ലേ? സീരീസ് ബി ആയി ഫണ്ട് പല ലെവലിൽ കിട്ടുമ്പോൾ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് അതനുസരിച്ച് വലിയ തോതിൽ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിൻ്റെ ഒരു ഓൺടർപ്രണർ എന്നുള്ള രീതിയിൽ കൂടിയുള്ള ഒരു കൗതുകമാണ്. ലാഭം എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് നടത്താമെന്ന് പറഞ്ഞാൽ ഇതെനിക്ക് വളരെ അത്ഭുതമായിരുന്നു. ഏതായാലും ലാഭം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ROIയുടെ ടേംസ് വെച്ച് നോക്കുമ്പോൾ
ആ തരത്തിൽ സക്സസ്ഫുള്ളായി വരുന്നുണ്ടോ? വാട്ട് ഇസ് ഇറ്റ്? എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ? ആക്ച്വലി ലാഭം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മോട്ടീവിൽ മാത്രം തിങ്ക് ചെയ്യുന്നത് ആക്ച്വലി ഒരു പഴയ തിങ്കിങ് ആണ്. ഞങ്ങൾ ഇതുവരെ ഡ്രൈവ് ചെയ്തതിലൊക്കെ കമ്പനി പ്രോഫിറ്റബിൾ ആണ്, പക്ഷെ വി ആർ ഇൻവെസ്റ്റിംഗ് ദാറ്റ് ഇൻ ടു R&D, ഹെവിലി ഇൻ ടു R&D ആൻഡ് ഇൻവെന്റിംഗ് മോർ ടെക്നോളജി. സോ മണി ഈസ് നോട്ട് വേസ്റ്റിംഗ് ഇൻ സം, എന്താ പറയുക, ഒരു പ്രോഫിറ്റ് ആക്കി എടുത്ത് അതൊരു അക്കൗണ്ടിൽ കിടക്കുന്നതിന് പകരം ഇറ്റ് ഈസ് കീപ് ഓൺ ഇൻവെസ്റ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് മോർ വാല്യൂ ഔട്ട് ഓഫ് ഇറ്റ് ബൈ എക്സ്പാൻഡിംഗ് ദ കമ്പനി, ബൈ ക്രിയേറ്റിംഗ് ദ നെറ്റ്വർക്ക്, ബൈ ക്രിയേറ്റിംഗ് ദ ബ്രാൻഡ്. സോ ദ വാല്യൂ ഈസ് ചേഞ്ചിങ്. സോ ആ വാല്യൂ എക്സ്പെക്റ്റിലാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഇപ്പോഴും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഗോയിങ് ഇൻ ടു R&D. നൗ വി ആർ ട്രൈങ് ടു പുട്ട് റോബോട്ടിക് ഡിവൈസസ് ഇൻ ടു ഡിസാസ്റ്റർ. And we feel that is one of the important thing. ഇപ്പോൾ ജോയുടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ ആളുകൾ, and the fire force people are going into this extreme situation, risking their life for another person's life. And അതിനേക്കാൾ എഫിഷ്യൻ്റ്ലി സേഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റോബോട്ടിക്സ് വെച്ച് അത് ചെയ്യാൻ പറ്റും. സോ വി ഹാവ് സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ടു ഇറ്റ്. ഫയർ ആൻഡ് റെസ്ക്യൂ, ഇപ്പോൾ ഈ തീ കത്തുന്ന സ്ഥലത്തേക്കൊക്കെ പോകുന്നത്, അങ്ങനെ കൺഫൈൻ സ്പേസ് വേർ ഹ്യൂമൻ ലൈഫ് ഈസ് ഇൻ റിസ്ക്, വി ആർ ട്രൈങ് ടു പുട്ട് അവർ റിസോഴ്സസ് ഇൻ ടു ഇറ്റ്. ആൻഡ് അഗെയിൻ അതൊരു ബ്ലൈൻഡ്ലി അല്ല, അതിലും ഒരു സ്ട്രാറ്റജി ഈസ് ദെയർ. അതായത് ഇപ്പോൾ ഈ ഫയർ ആൻഡ് റെസ്ക്യൂയുടെ കേസ് ആണെങ്കിലും, ഇപ്പോൾ ഈവൻ അന്ന് ഡിസാസ്റ്റർ ആയിട്ട് നമ്മുടെ യൂണിറ്റ് പോയി ഇൻസ്പെക്ട് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ആൾറെഡി വി ഹാവ് എ പ്ലാറ്റ്ഫോം. അതായത് ഇപ്പോൾ സാനിറ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ആൾറെഡി വർക്ക് ചെയ്ത ഒരു എലമെൻ്റ് ഉണ്ട്. അതിൻ്റെ മേലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പിന്നീട് പുതിയൊരു പ്രൊഡക്റ്റിനെ ഇൻവെൻറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് ഒരു പുതിയ പ്രൊഡക്റ്റ് എൻ്റയർലി ബിൽഡ് ചെയ്തെടുക്കുന്നതല്ല. ഒരു സീരീസ് ഓഫ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻസുകളെ എടുത്ത് അതിൽ നിന്ന് പുതിയ ടെക്നോളജിക്കുള്ള ഒരു കണ്ടുപിടുത്തം പറ്റുന്ന പോസിബിലിറ്റി നോക്കി, without again reinvesting from zero, just invest from the whatever we have and create another value. So entire thing in Gen Robotics also came from a value perspective. ആ വാല്യൂ പെർസ്പെക്റ്റീവിലാണ് എല്ലാ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്. ആൻഡ് ഐ ഫീൽ ദിസ് ഈസ് എ പെർട്ടിക്കുലർ സ്ട്രാറ്റജി വി ടുക്ക് ആൾസോ, ബിക്കോസ് ഇപ്പോൾ US മാരുന്ന എക്കോസിസ്റ്റത്തിൽ നമ്മുടെ അടുത്തൊരു ഐഡിയ ഉണ്ടെങ്കിലും $1 billion വാല്യൂഷൻ നമുക്ക് കിട്ടും. ആൻഡ് പീപ്പിൾ ആർ റെഡി ടു ഇൻവെസ്റ്റ് എത്ര വേണമെങ്കിലും. ബട്ട് വി ഡോണ്ട് ഹാവ് ദാറ്റ് എക്കോസിസ്റ്റം ഹിയർ. ഇറ്റ്സ് അഗെയിൻ ഇവോൾവിങ്. സോ my opinion to the people also here, നമ്മുടെ എക്കോസിസ്റ്റത്തെ നമ്മൾ ബ്ലെയിം ചെയ്തിരുന്നാൽ നമ്മൾ ഇന്നും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. വി ആർ നോട്ട് ലൈക്ക് US, വി ആർ നോട്ട് ലൈക്ക് ചൈന എന്ന് പറയുന്നത്. വാട്ട് എവർ വി ആർ ഹാവിങ് ഹിയർ, വാട്ട് വി ക്യാൻ ഡു വിത്ത് ഇറ്റ്, ആ രീതിയിൽ തിങ്ക് ചെയ്താൽ സ്റ്റിൽ ഐ ബിലീവ് വി ക്യാൻ ക്രിയേറ്റ് ഇമ്മൻസ് വാല്യൂ ഫ്രം ദ എക്കോസിസ്റ്റം ഇറ്റ് സെൽഫ്. ഓക്കെ, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളതും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് യങ്സ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് വരുന്നത്. അവൻ നമുക്ക് തന്നെ ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവരൊക്കെ സംസാരിക്കുന്നതിൽ നിന്നും ഈ പ്രായത്തിൽ ഇവരുടെ വിഷൻ സെറ്റ് ചെയ്യുന്നതിൽ നിന്നുമൊക്കെ അത് കാണാൻ പറ്റുന്നുണ്ട്. ശ്രീ അനൂപ്, ഈ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുടെ ഒരു റിക്വയർമെൻറ്റ്, ഇതുപോലെയൊക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, സമൂഹത്തിന് വലിയ പ്രയോജനകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പുകളുടെ ഒരു റിക്വയർമെൻറ്റ്, ആ തരത്തിലുള്ള ഒരു നാവിഗേഷന്, വഴികാട്ടലിനൊക്കെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്താണ് ചെയ്യുന്നത്? അത്തരത്തിലുള്ള ഇപ്പോൾ ജെൻ റോബോട്ടിക്സിൻ്റെ കാര്യം പറയുന്നത് പോലെ വേറെയും എണ്ണിപ്പറയാവുന്ന സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ സിസ്റ്റത്തിലുണ്ടോ? ഇതിപ്പോൾ ഇന്ന് യൂത്ത് ഐക്കൺ, സ്റ്റാർട്ടപ്പ് ഐക്കൺ അവാർഡ് കിട്ടിയ ആസ്ട്രക് ഇന്നോവേഷൻസ് ഓൾസോ ഡസ് സിമിലർ റീഹാബിലിറ്റേഷൻ ഓഫ് ദ ഐ തിങ്ക് പോളിയോ പേഷ്യൻസോ അല്ലെ, അരയ്ക്ക് താഴേക്ക് തളർന്ന എക്സോസ്കെൽറ്റനാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ചേറെ സ്റ്റാർട്ടപ്പുകൾ കേരളയ്ക്ക്, കാരണം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണല്ലോ, അതായത് സാമൂഹികമായ ഒരു പ്രതിബദ്ധത കൂടി കേരളത്തിലെ ജനങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ടപ്പ് ആയാലും വ്യവസായമായാലും അത്തരം കാര്യങ്ങളിൽ എന്ത് സാമൂഹ്യ മാറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് കൂടി ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലെ ഒരു കുഴപ്പമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നേരത്തെ ലാഭത്തിൻ്റെ കാര്യം ടെൻസിൽ കറക്റ്റായിട്ട് ചോദിച്ചു. എനിക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ള അതാണ്, നമുക്ക് യെസ്, ഫോളോ യുവർ പാഷൻ ആൻഡ് മണി വിൽ ഫോളോ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വിമലൊക്കെ പറയുന്നത്. ആൻഡ് യു ആർ ഓൾസോ ഐ തിങ്ക് ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ഇറ്റ് മയൂര. ഐ സോ യു ഷേക്കിംഗ് യുവർ ഹെഡ് ഇൻ എഗ്രിമെൻറ്റ്. അപ്പോൾ ഇവർ രണ്ടുപേരും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുക, പൈസ പുറകെ വന്നോളും എന്നുള്ളതാണ് എൻ്റെ ഒരു തിയറി. ഇതെൻ്റെ മാത്രം തിയറിയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ശ്രീ അനൂപ് ശരിക്കും സ്റ്റാർട്ടപ്പ് നടത്തി, അതെ. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നുള്ളൊരു ലേണിംഗ് ആയിട്ട് കരുതിയാൽ മതി. ആക്ച്വലി എൻ്റെ ഒരു തിയറി, മൈ തിയറി ആസ് എൻ ഓൺടർപ്രണർ എന്ന് ഞാൻ ലെറ്റ് മീ ജസ്റ്റ്, നമുക്ക് സ്ഥിരോത്സാഹവും അത്യാവശ്യം ബുദ്ധിശക്തിയും കോമൺ സെൻസും ക്യാപിറ്റലും ഉണ്ടെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഏത് ബിസിനസ്സും സക്സസ് ആവും. If you have time, infinite time in your hand, and if you have money, if you have commitment and hard work, and if you have common sense,
യു ക്യാൻ മേക്ക് എ ബിസിനസ് സക്സസ്ഫുൾ. പക്ഷേ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ടൈം ഡസ് നോട്ട് ടെൻഡ് ടു ഇൻഫിനിറ്റി ബിക്കോസ് യു ഹാവ് ഓൺലി സോ മച്ച് ക്യാപിറ്റൽ, അല്ലേ? അവിടെയാണ് നമ്മുടെ പ്രശ്നം വരുന്നത്. അതായത് ഈ ഇമ്പാക്റ്റ് സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളിലേക്ക് ഇറങ്ങി, ഇപ്പോൾ ഇതുപോലെ തന്നെ പാരപ്ലജിക് പേഷ്യൻസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഗേറ്റർ ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് സെവറൽ ഇയേഴ്സ് ഓഫ് വർക്ക്. ഇനി അത് ആൾക്കാർ അതിൽ കൂടി നടന്ന് അവരുടെ എക്സ്പീരിയൻസസ് വന്ന് ഒരു CDSSO സർട്ടിഫിക്കേഷൻ കിട്ടി ഒരു മെഡിക്കൽ ഡിവൈസ് എന്നുള്ള രീതിയിൽ അതിനെ ലോകം അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എത്തേണ്ട കടമ്പകൾ കടക്കണമെങ്കിൽ നമുക്കൊരു 10 മുതൽ 15 വർഷം ഈസി ആയിട്ട്. സെയിം തിങ് അപ്ലൈസ് ഫോർ എ ഡ്രഗ്, സംടൈംസ് എ ഡ്രോൺ, ചില കാര്യങ്ങൾ ഇപ്പോൾ ഡിഫൻസ് ഡ്രോൺ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിലിരിക്കണം. ഇവരുടെ ഗുണം എന്താണ്? ഇവരൊരു സക്സസ് കാണിച്ച ആ സക്സസിൻ്റെ മണ്ടയ്ക്കാണ് ബിൽഡ് ചെയ്ത് വരുന്നത്. സോ ദേ ഹാഡ് മറ്റേ സ്കാവഞ്ചർ, ആൻഡ് ദെൻ ദേ ഹാഡ് ഓയിൽ സ്പേസ് ക്ലീനിങ് റോബോട്ട്, ആൻഡ് ദെൻ ദേ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദ ഗേറ്റർ, വിച്ച് കൈൻഡ് ഓഫ് ഗേവ് ദം സം ക്യാപിറ്റൽ ആൻഡ് സം ക്രെഡിബിലിറ്റി. ആൻഡ് ഇപ്പോൾ എത്ര വർഷമായി MM-ൽ? 7 years. ഈ ഓരോ അച്ചീവ്മെന്റിന്റെയും പുറത്ത് നല്ല മീഡിയ അറ്റൻഷനും കിട്ടിയിട്ടുണ്ട് ജനറൽ. Vimal is a poster boy. So Gen Robotics has been a poster this thing. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഇച്ചിരി ആസ് എ ഫസ്റ്റ് ടൈം ഓണ്ടർപ്രണർ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു പുതിയ കമ്പനി തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻസ് വളരെ വ്യക്തമായും കൃത്യമായും നോക്കണം എന്ന് തന്നെയാണ് എനിക്ക് ആൾക്കാരോട് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സംടൈംസ് ഐ ഹാവ് സീൻ പീപ്പിൾ ഫോളോയിങ് ദർ പാഷൻ ആൻഡ് ജസ്റ്റ് ഗെറ്റിംഗ് അബ്സോർബ്ഡ് ഇൻ ടു ദാറ്റ് പാഷൻ. അതായത് എൻ്റെ കുഞ്ഞ്, ഏറ്റവും സുന്ദരമായ കുഞ്ഞ്, അതിനെ ഞാൻ ഇങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കും, എവിടെ നിന്ന് അതിനുള്ള പൈസ വരും എന്നുള്ളത് എനിക്ക് അറിയേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാവരും കൂടെ എന്നെ സഹായിക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള ആ ഒരു ചക്കറിലേക്ക് കടക്കുന്ന ഇന്നോവേറ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ദേ വിൽ നോട്ട് പിവട്ട്, ദേ വിൽ നോട്ട് ചേഞ്ച് ബിക്കോസ് ദേ ബിലീവ് ദാറ്റ് ദിസ് ഇസ് ദ വേ ടു ഗോ. പക്ഷേ ദാറ്റ് മൈറ്റ് വർക്ക് ഇഫ് യു ഹാവ് ഇമ്മൻസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ കേസ്. ആൾക്കാർ കാശ് തിന്നുന്ന ആൾക്കാർ കുറച്ച് 2 വർഷം മിണ്ടാതിരിക്കും, 3-ാമത്തെ വർഷം തൊട്ട് ചോദിച്ചു തുടങ്ങും, എന്തായി, നിങ്ങൾ പൈസ ഉണ്ടാക്കി തുടങ്ങിയോ എന്നുള്ളൊരു. ഞാനും എഗ്രി ചെയ്യുന്നുണ്ട്. ഇതേ തോട്ട് പ്രോസസ് തന്നെയാണ് എനിക്കുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് എക്സോസ്കെൽട്ടനിലാണ്. ഒരു ഡിഫൻസ് G1 G2 എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്രോജക്ട്, ഫുൾ ബോഡി എക്സോസ്കെൽട്ടൻ. സാറിന് റിമെമ്പർ, Anu was also connected from that time itself. That's how we entering into the ecosystem. So we can do something. പക്ഷേ we pivoted into this manual scavenging because in order to convert that project like something like valuable like G-Gator, 7 years it will take. And we don't have credibility. ഞങ്ങൾ ഒരു കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയ കുറച്ച് പിള്ളേരും. സോ നോബഡി ഈസ് ബിലീവ് ഇൻ us. സോ അതുകൊണ്ട് we thought that this is a shortcut where we can actually build something, create a value out of it, and that value can be used. പക്ഷേ ഞാൻ വാല്യൂ യൂസ് ചെയ്ത് ഫിനാൻസ് തന്നെയാണ് ഒരു ആംഗിളിൽ. സോ ദാറ്റ്സ് ഹൗ we also got a chance. Otherwise we'll also run out like some of the startups which happens. So absolutely this is right. So we should have that mindset which focus into the finance part. And ഇപ്പോൾ this year specifically I told my team internally I will not be a CEO more, I will be a CFO more. So ഇപ്പോൾ കൂടുതൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. As and well we progress and started to learn even financial related things in a very serious manner. So I believe this is a very big statement that Anu sir is making. അത് വളരെ റെലവൻ്റ് ആണ്, ഈ ഫിനാൻഷ്യൽ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ മയൂരിയുടെ എക്സ്പീരിയൻസ് എന്താണ്? ഇത് ഈ മയൂരെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ കുറച്ച് കൺവീനിയൻ്റ് ആയിരുന്നു. ഒരു വലിയ ലെഗസിയുടെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു, അതിൻ്റെ പാർട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ ചുമലിലായിരുന്നു നിൽക്കുന്നത്. അപ്പോഴും ഈ പുതിയ കാലത്ത് ചലഞ്ചസ് വരുന്നുണ്ട് എല്ലാ പ്രിന്റ് മീഡിയയ്ക്കും. എന്ത് പറയുമ്പോഴും ഡിജിറ്റൽ ഫേസ് എന്നൊക്കെ പറയുമ്പോഴും എല്ലാത്തിൻ്റെയും മുൻപിൽ മാതൃഭൂമി എന്ന് പറയുന്ന വലിയ പത്രത്തിൻ്റെ മുഖമാണല്ലോ ഉള്ളത്. ഡിജിറ്റൽ അല്ലാത്ത മേഖലകളിലൊക്കെ പ്രിന്റിലൊക്കെ വലിയ പ്രതിസന്ധി, മനോരമയാണെങ്കിലും മാതൃഭൂമിയൊക്കെ ആണെങ്കിലും പരസ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ നേരിടുന്നുണ്ട്, ഏത് പത്രമാണെങ്കിലും നേരിടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ വിഷയം നമ്മളുടെ എല്ലാ വാല്യൂസും എല്ലാ തരത്തിലുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും ഒക്കെ നിൽക്കുമ്പോഴും പ്രാക്ടിക്കലായിട്ട് ഇതിനെ ഡ്രൈവ് ചെയ്യുന്ന നമ്മൾ ഒരു എംപ്ലോയർ എന്നുള്ള നിലയിൽ ഒരു ചിലപ്പോൾ 1000 പേരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നുകൂടി ആകുമ്പോൾ ആ പ്ലാൻ എങ്ങനെയാണ് നടത്തുന്നത്? ഐ മീൻ കംപ്ലീറ്റ് എഗ്രിമെൻറ്റ് വിത്ത് വാട്ട് ദേ സെഡ്. ബിസിനസ് തുടങ്ങാൻ ഓക്കെയാണ്, നിലനിർത്താൻ വേറെ ചാലഞ്ചാണ്. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞ കാര്യം ഈ ഡിജിറ്റൽ ആവട്ടെ, പത്രമാവട്ടെ, ഏത് മീഡിയം ആവട്ടെ, എല്ലാത്തിനും ഇറ്റ് ഈസ് എ വെരി ചാലഞ്ചിങ് ടൈം റൈറ്റ് നൗ ഫോർ മീഡിയ. മാറ്റങ്ങൾ വരുന്ന ദിവസങ്ങൾ വെച്ചിട്ടാണ്. അറ്റ്ലീസ്റ്റ് മുമ്പ് ഒരു വർഷം
2 വർഷം ഒരു ബ്രീതിങ് സ്പേസ് ഇല്ലായിരുന്നു. ഇപ്പോൾ നിമിഷം ദിവസം വെയിറ്റ് നോക്കിയിട്ടാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ വി ഓൾസോ എന്ത് തുടങ്ങിയാലും, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റർ ചെയ്ത സമയം കോവിഡ് സമയമായിരുന്നു. ഭയങ്കര ഈസിയാണ്, ഓഫ് കോഴ്സ് ഐ എം നോട്ട് ഇൻ കംപ്ലീറ്റ് എഗ്രിമെൻറ്റ് വിത്ത് യു. ഓഫ് കോഴ്സ് ഐ ഡെഫിനറ്റ്ലി ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ആ സമയമെടുത്തിട്ട് ആൾക്കാരെ നമ്മൾ ഒപ്പം കൊണ്ടുപോകാനും അത് നല്ല പണിയാണ്. ബിക്കോസ് ബൈ ദി എൻഡ് ഓഫ് ദി ഡേ യു ആർ ഫ്രം ദ ഫാമിലി. സോ എവ്രിബഡി ഫീൽസ് ദ സെയിം തിങ്. ഓക്കെ, ഗ്രാൻറ്റഡ് ആയിട്ട് കിട്ടിയതാണ്. ടാലൻ്റ് ഉണ്ടോ, ബുദ്ധി ഉണ്ടോ, അതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാൻ എന്താ പറയുക, കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പം ഇഫ് വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ്, ഐ ഓൾവേസ് ലുക്ക് അറ്റ് ദ ഫൈനാൻഷ്യൽ വയബിലിറ്റി ഓഫ് ഇറ്റ്. അത് നോക്കിയില്ലെങ്കിൽ പിന്നെ അത് തുടങ്ങാൻ അർത്ഥമില്ല, എസ്പെഷ്യലി ഡ്യൂറിങ് ദീസ് ടഫ് ചാലഞ്ചിങ് ടൈംസ് ഫോർ മീഡിയ. ആൻഡ് വി നീഡ് ടു ഓൾസോ എൻഷുർ ദാറ്റ് ബൈ ദി എൻഡ് ഓഫ് ദി ഡേ ഐ വാസ് സംബഡി ഓൾസോ എന്താ പറയുക ഹു വാണ്ട് ടു സ്റ്റാർട്ട് മൈ ഓൺ തിങ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. പക്ഷേ എനിക്കൊരു തോട്ട് വന്നത് ടു മേക്ക് സംതിങ് ബിഗർ ദാറ്റ് ഈസ് ഓൾറെഡി ബിഗ് ഇസ് ഓൾസോ ദാറ്റ് മച്ച് ഓഫ് എ ചാലഞ്ച് ദാൻ സ്റ്റാർട്ടിങ് സംതിങ്. അതൊരു വലിയ ബാധ്യതയും ചലഞ്ചും കൂടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷനിൽ വന്നാൽ ഫൈനാൻഷ്യൽ വയബിലിറ്റി നോക്കണം. ഈ ബിസിനസ് തന്നെ പോകണോ, ഡൈവേഴ്സിഫൈ ചെയ്യണോ, is it do you want to play always in the same playground is another question that always ponders, like it always comes to my head also. And without sustainability, without viability, ശമ്പളം കൊടുക്കാനുണ്ട്. That's the most important thing. അപ്പോൾ without financial viability there's nothing you can do, and you have to start thinking out of the box also to ensure that you always have financial viability no matter what business it is. And innovation is also quite important, I feel. അപ്പോൾ ഇങ്ങനത്തെ കോമ്പിനേഷൻസ് ആണ് വാട്ട് കൈൻഡ് ഓഫ് ഡ്രൈവ്സ് മീ. ഇപ്പൊ ഈ മയൂര പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പുതിയ കമ്പനി ഞാൻ തുടങ്ങി അല്ലെങ്കിൽ വിമൽ തുടങ്ങി, അത് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല, ആളുകൾ കുഴപ്പമില്ലെന്നല്ല, എന്നാലും ഇത് വേറൊരു വലിയ ലെഗസിയുടെ കഥ പറഞ്ഞു. MP വീരേന്ദ്രകുമാർ, MP ശ്രേംസ്കുമാർ, അത് കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ തലമുറ വന്നിട്ട് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ തലയിൽ ഇരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ചലഞ്ച് ഉണ്ട് അവിടെ. ഈ ഇന്നോവേഷൻ എന്ന് പറഞ്ഞ വാക്കിന് പ്രസക്തിയുണ്ട്. ഹൗ യു ആർ പ്ലാനിങ് ടു ഇന്നോവേറ്റ്? ഈ ഇപ്പോൾ ഉദാഹരണത്തിന് പ്രിന്റിലാണെങ്കിൽ പോലും AI-യുടെ ഒരു ചലഞ്ച് വന്ന് മുമ്പിൽ നിൽപ്പുണ്ട്. പോസിബിലിറ്റീസും ഉണ്ട്, ചലഞ്ചും ഉണ്ട്. അവിടെ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളെ നേരിടുന്നത്? See, my forte is not innovation. My forte is operational efficiency. And I'll focus on that. Okay. And I think there are other people who are very good with innovation. And I'd love to work with them to get it done by the end of the day. ഞാൻ ഓണസ്റ്റ്ലി പറയാണ്, ഓക്കെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടാവും, പക്ഷേ ഈ ഒരു ഫീൽഡിൽ ഇന്നോവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് പാടാണ്. നല്ല ആലോചിക്കണം. പിന്നെ ഇവിടെയും ഫണ്ടിങ് ഒക്കെ കുഴപ്പമാണ്. അറ്റ്ലീസ്റ്റ് എന്താ പറയുക, വി ആർ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. യു ക്യാൻ അതർ പീപ്പിൾ ക്യാൻ ഗോ ആൻഡ് ആക്സസ് ഫണ്ട്സ് ഇൻ മെനി വേസ്. നമ്മളെന്ന് പൈസ ഉണ്ടാക്കി നമ്മളിന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കാന്നുള്ള കാര്യങ്ങളാണ്. സോ ഐ ബിലീവ് ഇൻ ലൈക്ക് മൈ ഫോർട്ടി ഈസ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. I ensure that we can bring that to the table. And you watch the market, you watch the growth, you watch the trends, you use your data, and you make an informed decision on which is the next business you want to get into, or what is the next step you want to take. And I don't believe in being conventional about it. Like for example, especially in digital, okay, first thing people will do is get into million languages for news. It didn't make sense to me. മാർക്കറ്റ് ഇത്ര ഉള്ളൂ, ക്രൗഡ് ഇത്ര ഉണ്ടെങ്കിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാനാ? സോ ഐ തിങ്ക് what I would do is actually I also look at things that you shouldn't do, and then from there get ideas on understanding what we can do further. ഓക്കെ. ഞാൻ ഈ പുതിയ ടെക്നോളജികളുടെ, സാങ്കേതിക വിദ്യകളുടെ വളർച്ച, അപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും പറയുന്ന ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, AI-യുടെ ഗ്രോത്ത്, അത് ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. ഇപ്പം റോബോട്ടിക് മേഖലയിൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ഹോസ്പിറ്റലിൽ സംസാരിക്കുമ്പോൾ സർജറിയുടെ പോസിബിലിറ്റി, ഒരുപക്ഷെ ഡോക്ടറുടെ പ്രസൻസില്ലാതെ തന്നെ AI-ൽ എനേബിൾഡ് ആയിട്ടുള്ള റോബോട്ട് സർജറി നടത്തുന്ന കാലം നമ്മുടെ മുമ്പിലിരിക്കുന്നു. ഒരുപക്ഷെ ആ പ്രൈമറി സ്ക്രീനിങ് പാർട്ട് പോലും ഇനീഷ്യൽ മീറ്റിങ്ങിൽ
റോബോട്ട്സോ അല്ലെങ്കിൽ മെറ്റാഹ്യൂമൻസോ ചെയ്യുന്ന കാലം വരുന്നു. അപ്പോൾ ഈ AI-യുടെ കേപ്പബിലിറ്റിയെ എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ജെൻ റോബോട്ടിക്സ്? ഓക്കെ, ആക്ച്വലി ഇപ്പോൾ കേരളത്തിൽ ഞങ്ങളുടെ പോലെ G-Gator ഡിവൈസ് ഉണ്ടാക്കണമെങ്കിൽ, ആൾസോ ബെൻഡിക്കോട്ടുമാരത്തൊരു ഡിവൈസ്, റോബോട്ടിക് ഡിവൈസ് പോസിബിൾ ആക്കണമെങ്കിൽ, ഇപ്പോൾ ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് ടെക്നോളജിയിലെ ഡ്രീംസ് ഒക്കെ പോസിബിൾ ആവാനുള്ള ഒരു മേജർ ആയിട്ടുള്ള റീസൺ ടെക്കിലുണ്ടായ ഡെവലപ്മെൻറ്റ്സ് ആണ്, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള. കാരണം ഡിസൈനിങ് സോഫ്റ്റ്വെയർസും അല്ലാതെ ഇമ്പ്രൂവ് ചെയ്തു, അതിൻ്റെ കോസ്റ്റ് ഭയങ്കര ചീപ്പായി. ഇറ്റ് ബിക്കം ആക്സസിബിൾ സോ ദാറ്റ് അവർ ടീം ക്യാൻ യൂസ് ഇറ്റ് ആൻഡ് ബിൽഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെക്നോളജി ഓൺ ഇറ്റ്. ആൻഡ് ഇപ്പോൾ G-Gator പറയുകയാണെങ്കിൽ തന്നെ G-Gatorലും ഒരു ജനറേറ്റീവ് AI ടൈപ്പ് അൽഗോരിതംസ് റൺ ചെയ്യുന്നുണ്ട് ഫോർ പ്രിഡിക്റ്റിംഗ് ദ ഗേറ്റ് പാറ്റേൺസ്. ഓരോ ആളുകളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈറ്റ്, വെയിറ്റ് റേഷ്യോയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഗേറ്റ് പാറ്റേൺ ജനറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതം റൺ ചെയ്യുന്നുണ്ട്. ഈ അൽഗോരിതം കൺവെൻഷനലി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്, ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അതൊക്കെ വളരെ ഈസി ആയിട്ട് AI യൂസ് ചെയ്തിട്ട് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കുറേ വിഷനറി പ്രൊജക്ട്സുകൾ R&Dയിലുള്ളത് മൊത്തം AI അനേബിൾഡ് ആണ്. AI ഉള്ളതുകൊണ്ടാണ് അത് പോസിബിൾ ആകുന്നത്. ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ബൈപ്പെഡൽ വാക്കിംഗ്, ഇത് ആൾറെഡി സോൾഡ് ആണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ. പക്ഷെ അത് സോൾവ് ചെയ്തിരിക്കുന്നത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് MIT-യിലൊക്കെ ഉള്ള റിസർച്ച് എഞ്ചിനീയേഴ്സ് അറൗണ്ട് 15 ഇയേഴ്സോളം ടൈം എടുത്ത് 1 by 1 ആയിട്ടാണ് ആ പ്രൊജക്റ്റ് ചെയ്ത് സോൾവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതേ സംഭവം ഒരു 1 month ടൈം ലൈനിൽ ഓർ മേ ബി ലെസ് ആൾസോ ബൈ യൂസിങ് റീഇൻഫോഴ്സ് ലേണിംഗ് ടെക്നിക്സ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഫിസിക്കൽ ബൈപ്പെഡൽ സിസ്റ്റത്തിനായിട്ട് കണക്ട് ചെയ്ത് ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് കൊടുത്ത് അതിനെ എത്ര 1000 ലക്ഷക്കണക്കിന് ടൈം റൺ ചെയ്ത് ഇതന്നെ വീണ് നടക്കാൻ ട്രൈ ചെയ്യും, വീഴുന്നു, പഠിക്കുന്നു. പിന്നെയും നമ്മളൊരു കുട്ടി എങ്ങനെയാണോ പഠിച്ചത് അത് വളരെ സ്പീഡായിട്ട് കമ്പ്യൂട്ടറിൽ GPUയിലൂടെ നമ്മൾ ട്രെയിൻ ചെയ്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ വാട്ട് ഐ എം ട്രൈങ് ഈസ് ആസ് എ കോംപ്ലെക്സ് ബൈപ്പെഡൽ വാക്കിംഗ് ഫോർ എ ഹ്യൂമനോയിഡ് റോബോട്ട് ക്രിയേഷൻ ആൾസോ ബിക്കം വെരി ഈസി. ഈവൻ വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ഫിസിക്സ് ഓർ എനിത്തിങ് AI വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ സിമിലർലി ഇപ്പോൾ കൺട്രോൾ സിസ്റ്റം പ്രോഗ്രാംസ്, എഗൈൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇപ്പോൾ പ്രോഗ്രാമിംഗ് മൊത്തം ഇപ്പോൾ അറിയാത്ത ആളാണെങ്കിലും ChatGPT യൂസ് ചെയ്തിട്ട് വി ക്യാൻ ഡു ദ പ്രോഗ്രാമിംഗ്. സോ ആ ലെവൽക്കാണ് ടെക്നോളജി ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി AI അഡാപ്ഷനും ബാക്കിയുള്ളതൊക്കെ ഇവിടെ കേരളത്തിൽ നടക്കുന്ന അതേ ഒരു റെവല്യൂഷന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. മൈക്രോ ആയിട്ടുള്ള ഒരുപാട് എൻ്റർപ്രണർഷിപ്പ് കമ്പനികളും സംഭവങ്ങളൊക്കെ. സോ ഇറ്റ്സ് ആഡിങ് വാല്യൂ ടു ഇറ്റ് ആൻഡ് വി ആർ ഓൾസോ യൂസിങ് ഇറ്റ്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് ഒപ്റ്റിമൈസ് ചെയ്യുക, ആസ് ആൻഡ് വെൻ അവൈലബിൾ റിസോഴ്സസ് അവൈലബിൾ ഒപ്റ്റിമൈസ് ചെയ്യുക, ബിസിനസ്സിൻ്റെ വാല്യൂ ക്രിയേഷനാക്കി മാറ്റുക. അഗെയിൻ G-Gator മാരത്തെ പ്രൊജക്റ്റിൽ ഈ ലെവൽ ഓഫ് അഡാപ്ഷൻ ഞങ്ങൾ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടായി. അഗെയിൻ ഫിനാൻസ് പെർസ്പെക്റ്റീവ്, ബിക്കോസ് മറ്റേ കമ്പനികളൊക്കെ കുറേ കാലം കഷ്ടപ്പെട്ട് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുത്തപ്പോഴേക്കും AI വന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിലും ക്യാപ്ചർ ചെയ്ത് ഞങ്ങളുടെ പ്രൊഡക്റ്റിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു ടൈമിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് വെൽ റെഡ്യൂസ്ഡ് ബിക്കോസ് ഓഫ് AI. ഒപ്റ്റിമൈസേഷൻ ഈസ് വെൽ അറ്റ് ദ മൊമെന്റ്. ഓക്കെ, പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ച് ശ്രീ അനൂപിനോട് എനിക്കൊരു 1-2 ചോദ്യങ്ങളുണ്ട്. അതിനു മുമ്പ് സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഒരു സജഷൻ, ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഗസ്റ്റുകളോട് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മൈക്ക് അവിടെ ലഭ്യമാക്കും. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കൈ ഉയർത്തിയാൽ ചോദിക്കാൻ അവസരം തരുന്നതായിരിക്കും. വിമലിനോടാണ് ചോദ്യം. എങ്ങനെയാണ് റോബോട്ടിക്സ് നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്? ആക്ച്വലി ഞങ്ങൾ ആൾറെഡി ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങി. ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷനിൽ ഗേറ്റ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. അതിലാണ് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്ത എക്സോസ്കെൽട്ടൺ ടെക്നോളജിയാണ് ഇതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ട്രെഡ്മിൽ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ ഇപ്പോൾ ആളുകൾക്ക് സ്ട്രോക്കോ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഒക്കെ വന്നാൽ ടെമ്പററി ഡിസബിലിറ്റി ഉണ്ടാവും, മൂവ്മെൻറ്റ് ഡിസബിലിറ്റി, മൂവ്മെൻറ്റ് ഡിസോർഡർ. ഇത് കൺവെൻഷനലി നമ്മൾ മാനുവലിയാണ് ചെയ്യുന്നത്. പക്ഷേ ഗേറ്റ് റീഹാബ് മാനുവലി ചെയ്യുമ്പോൾ ഒരുപാട് ക്വാളിറ്റി എഫിഷ്യൻസി ഇഷ്യൂ, ഫിസിയോതെറാപ്പിസ്റ്റിനും ഒരുപാട് വെയിറ്റ് എടുക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഒരു ട്രെഡ്മിൽ ബേസ്ഡ് പ്ലാറ്റ്ഫോമിൽ എക്സോസ്കെൽട്ടൺ വെച്ച് വെൽ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ എഫിഷ്യൻ്റ്ലി നമ്മൾ കൊടുക്കുകയും മോണിറ്റർ ചെയ്യുകയും കസ്റ്റമൈസ് ചെയ്യുകയൊക്കെയാണ് ആ ഒരു പ്രൊജക്റ്റിൽ ചെയ്യുന്നത്. അത് കൺവെൻഷനിൽ ഉണ്ടായിരുന്ന ടെക്നോളജിയാണ്, പക്ഷേ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഫോറിനിലൊക്കെ ഉള്ളത്. എഗെയിൻ ദേ യൂസ് എ കൺവെൻഷണൽ ടെക്നോളജീസ്, ബട്ട് ബൈ ഇൻട്രൊഡ്യൂസിങ് AI ഒക്കെ ചെയ്തിട്ട് അത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് തന്നെ 3 ഹോസ്പിറ്റൽസിലോളം അത് അവൈലബിളായി. ജനറൽ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തുണ്ട്, കിംസ്, SP ഫോർട്ട്, കൊച്ചിയിലെ ആസ്റ്റർ, അമൃത, അങ്ങനെയുള്ള ഹോസ്പിറ്റലെല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ. എൻ്റെ ക്വസ്റ്റ്യൻ മയൂരിയോടാണ്. യു ആർ ടെല്ലിങ് അബൌട്ട് എ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരു സ്റ്റാർട്ടപ്പിന് വളരാനോ അല്ലെങ്കിൽ so ഇപ്പോൾ very recently this government was coming up with an idea of this micro brewery അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടുത്തെ പ്രിൻ്റ് ആൻഡ് ന്യൂസ് മീഡിയയിൽ നിന്ന്
ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രൊആക്റ്റീവ് സപ്പോർട്ട് വരുന്നില്ല എന്ന് ഡു യു ഫീൽ ദാറ്റ് ദർ ഇസ് സംതിങ് വിച്ച് യു ബീങ് കമ്മിങ് ഫ്രം ദാറ്റ് ഫെർട്ടേണിറ്റി അവിടെ ഇച്ചിരൂടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ഇക്കോസിസ്റ്റത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഐ ഡെഫിനറ്റ്ലി തിങ്ക് സോ. ഐ തിങ്ക് ഇത് ഭയങ്കര നെസസറി ആണ്, അത് വേണം. നമ്മൾ എന്ത് ചെയ്താലും ലൈക്ക് വാട്ട് സി ഐ ബി വെരി ഓണസ്റ്റ് വിത്ത് യു. ഇഫ് എനിബഡി നീഡ്സ് ടു സ്റ്റാർട്ട് എനിത്തിങ്, സൊസൈറ്റി ആവട്ടെ, മീഡിയ ആവട്ടെ, നമ്മളുടെ ആൾക്കാരാവട്ടെ, നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. And I don't believe in this stigma that it is being created by doing these things. This is also creating businesses. This is also creating jobs. This is also giving you an outlet to, by the end of the day, go out there and also have some fun, which is also needed. I'm totally with the idea. I'm totally with the government for microbreweries. And I believe that as a media, not only as a media industry, I believe that നമ്മൾ കുറച്ചുകൂടി സപ്പോർട്ട് കൊടുത്താൽ കുറച്ചുകൂടി നല്ല രീതിയിലും കുറച്ചുകൂടി വേഗം ചെയ്യാൻ പറ്റും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ പോയിന്റിങ് ദാറ്റ് ഔട്ട്. ഓണേഴ്സ് ആകുമ്പോൾ എഡിറ്റോറിയലായിട്ട് നമുക്ക് ആക്ച്വലി അത്രയ്ക്കും ഐ ബിലീവ് യു ഷുഡൻറ്റ് ആക്ച്വലി ടാമ്പർ വിത്ത് എഡിറ്റോറിയൽ ബീങ് an owner of a company, because I think that's very unethical. But definitely can have conversations with our team to ensure that no matter what good initiatives happen, not just microbreweries, parks, good libraries, just good spaces to just go hang out. It's not only about the booze, it's also about having a safe space to just go have fun in the evening, go out with your family. So whatever it is, I'm with you. I think that we will try our best to ensure, at least I will given the suggestion to ensure that we support such good initiatives.